പുണർദം നക്ഷത്രക്കാർക്ക് 2026 ജൂൺ 2 മുതൽ വ്യാഴം ജന്മത്തിലും ശനി 9-ലും രാഹു 8-ലും കേതു 2-ലും ആകയാൽ ആത്മീയമായിട്ടുള്ള ആ ഒരു വളർച്ച വളരെയേറെ കൂടുതലായിട്ടുള്ള വർഷമാണ്. ആത്മീയമായിട്ട് കുറച്ചൊക്കെ ഉള്ളുവെങ്കിലും അത് കൂടുതലായിട്ട് ഈശ്വരാനുഗ്രഹത്തിന് വേണ്ടി നിങ്ങൾ ക്ഷേത്രങ്ങളിൽ പോകലും ആത്മീയത വർദ്ധിപ്പിക്കലും ആത്മീയ ചിന്തകളൊക്കെ നിങ്ങളിൽ വർദ്ധിക്കുന്ന ഒരു വർഷമാണ് ഈ പുണർദം നക്ഷത്രക്കാർക്ക്. മിക്കവർക്കും പല വിധത്തിലുള്ള ചെലവുകൾ, അനാവശ്യ ചെലവുകൾ വന്നു ഭവിക്കുന്നതാണ്. നിങ്ങളുടെ ബന്ധുക്കളോ സുഹൃത്തുക്കളുടെയൊക്കെ സഹായങ്ങൾ കൊണ്ട് പുതിയ സംരംഭങ്ങളൊക്കെ തുടങ്ങാനൊക്കെ നിങ്ങൾക്ക് സാധിക്കുന്നതാണ്. പ്രതിബന്ധങ്ങളെയൊക്കെ തരണം ചെയ്ത് തൊഴിലിൽ നിങ്ങൾക്ക് ഉയർച്ചയുണ്ടാകുന്നതാണ്. കർമ്മരംഗത്തുള്ള പ്രതിബന്ധങ്ങളെയൊക്കെ വെല്ലുവിളിക്കാനും അതുപോലെ നിങ്ങൾക്ക് അവിടെ നിന്ന് ധനസഹായമൊക്കെ ലഭിക്കുന്നതാണ്. ഉന്നതരായിട്ടുള്ള ആളുകളുടെ ഇടപെടലുകൾ മൂലം ചില വ്യക്തികൾക്ക് നേട്ടങ്ങൾ വന്നു ഭവിക്കുന്ന ഒരു കാലഘട്ടമാണ്. തൊഴിൽശാലകളിലെ തർക്കങ്ങളൊക്കെ പരിഹരിച്ച് നല്ല രീതിയിൽ നിങ്ങൾക്കത് കൊണ്ടുപോകാനായിട്ട് സാധിക്കുന്നതാണ്. 2026 കലാരംഗത്ത് പ്രവർത്തിക്കുന്ന ആളുകൾക്ക് നേട്ടങ്ങളും അനുഗ്രഹമായിട്ടുള്ള ഒരു തരം അവസ്ഥകൾ, അതായത് ഈ കലാരംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് പ്രശസ്തിയും അംഗീകാരവും ഒക്കെ ഇതുമൂലം വന്നു ഭവിക്കുന്നുണ്ട്. മനോദുഃഖം ഉണ്ടാക്കുന്ന വാർത്തകൾ കുടുംബത്തിൽ നിന്ന് ശ്രവിക്കുന്നതാണ്. ഗുരുജന വിയോഗം മൂലം നിങ്ങളുടെ മനസ്സ് അസ്വസ്ഥമാകുന്നതാണ്. 2026 പുതിയ നേട്ടങ്ങൾക്കായിട്ട് കൂടുതൽ നേട്ടങ്ങൾക്കായിട്ട് പുണർദം നക്ഷത്രക്കാര് ഹനുമാനെ ഭജിക്കുന്നതും അതുപോലെ തന്നെ ഹനുമാന് വെറ്റിലമാല, കുങ്കുമാർച്ചന ഇവയൊക്കെ ചെയ്യുന്നതൊക്കെ നന്നായിരിക്കും. നമസ്കാരം. 2026 പൂയം നക്ഷത്രക്കാർക്ക് 2026 പ്രൊഫഷണൽ രംഗത്തൊക്കെ ഉള്ളവർക്ക് നല്ല ഉയർച്ച വരുന്ന ഒരു കാലഘട്ടം തന്നെയാണ്. പ്രൊഫഷണൽ എന്ന് പറഞ്ഞാൽ ഡോക്ടർമാരാണെങ്കിലും എഞ്ചിനീയർമാരാണെങ്കിലും അതുപോലെ തന്നെയുള്ള പ്രൊഫഷണൽ രംഗത്ത് പ്രവർത്തിക്കുന്ന വക്കീലന്മാർക്കും ഒക്കെ ഏറ്റവും കൂടുതൽ ഉയർച്ച ഉണ്ടാകുന്ന ഒരു കാലഘട്ടമാണ്. കഴിഞ്ഞ കുറേ നാളുകളായിട്ട് 2, 4, 3 വർഷങ്ങളായിട്ട് വളരെയേറെ പ്രശ്നങ്ങളിലൂടെ കടന്നു പോകുന്ന, ബുദ്ധിമുട്ടുകളിലൂടെ കടന്നു പോകുന്ന ഒരു കാലമായിരുന്നു പൂയ നക്ഷത്രക്കാർക്ക്. ധാരാളം വെല്ലുവിളികളൊക്കെ നേരിടേണ്ടി വരുന്നുണ്ടെങ്കിലും ഇവർക്ക് സാമ്പത്തികമായിട്ട് ഒരു ഉയർച്ചയും ഒരു മാറ്റങ്ങളും വരവ് ചെലവുകളൊക്കെ തുല്യമായി പോകുന്ന ഒരു യോഗം കാണുന്നുണ്ട്. വിദേശ ബന്ധങ്ങളൊക്കെ നല്ലതുപോലെ പ്രയോജനപ്പെടുത്താനൊക്കെ സാധിക്കുന്നതാണ്. വീട് പണിയാൻ തുടങ്ങിയിട്ട് നിർത്തിവെച്ചിരിക്കുന്ന ആളുകൾക്ക് ഭവന നിർമ്മാണം പുനരാരംഭിക്കാനും അതുപോലെ തന്നെ ഭവന നിർമ്മാണ പ്രവർത്തനങ്ങളൊക്കെ തീർന്ന് ഗൃഹപ്രവേശനത്തിനൊക്കെ യോഗം കാണുന്നുണ്ട്. വിദേശ പഠനത്തെ പല തടസ്സങ്ങളും വന്നു ചേരുന്നതാണ്. വാദപിത്ത ത്രിദോഷങ്ങളൊക്കെ മൂർച്ഛിച്ച് വാദപിത്ത കഫരോഗങ്ങളൊക്കെ മൂർച്ഛിക്കാനും അതുപോലെ തന്നെ നമുക്ക് അതുമൂലം ചില ബുദ്ധിമുട്ടുകൾ, കൈകാല് വേദനകൾ ഇങ്ങനെയൊക്കെ വരാനൊക്കെ യോഗം കാണുന്നുണ്ട്. അസൂയാലുക്കളും ശത്രുക്കളും ഒക്കെ കർമ്മനിരതരായിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. ഈ വർഷം മധ്യത്തോടുകൂടി നിങ്ങൾക്ക് പല ബിസിനസ്സിലും അതുപോലെ തന്നെ കച്ചവട രംഗത്ത് പ്രവർത്തിക്കുന്നവർക്കുമൊക്കെ പല നേട്ടങ്ങളുമൊക്കെ വന്ന് ഭവിക്കുന്നതാണ്. കർമ്മരംഗത്തെ സ്തംഭനാവസ്ഥ കർമ്മരംഗത്ത് നിന്നുപോയിരുന്ന ആ ഒരു സംരംഭമാണെങ്കിലും അതുപോലെ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് നിന്നുപോയിരുന്നവർക്ക് അത് വീണ്ടും പുനരാരംഭിക്കാനൊക്കെ സാധിക്കുന്നതാണ്. കുടുംബത്തിലെ കലഹങ്ങൾ ഉണ്ടാകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ധാരാളം അസ്വസ്ഥതകളൊക്കെ കുടുംബത്തിൽ വന്നു ചേരുന്നതാണ്. വർഷം മധ്യത്തോടുകൂടി നിങ്ങളുടെ കാര്യങ്ങൾക്കൊക്കെ ഒരു മാറ്റങ്ങൾ വരുന്നതും അവസാനം കർമ്മഗുണവും ബന്ധുജനങ്ങളുടെ ഗുണവും മൂലം സുഹൃത്തുക്കളുടെ സഹായം മൂലമൊക്കെ നിങ്ങൾക്ക് പുതിയ പ്രവർത്തനങ്ങളൊക്കെ കാഴ്ചവെക്കാൻ സാധിക്കുന്നതാണ്. 2027 കടക്കുമ്പോഴേക്കും നിങ്ങൾക്ക് ഏതാണ്ട് പുതിയ കാര്യങ്ങളൊക്കെ ചെയ്ത് നല്ലൊരു നിലനിൽപ്പിന് സ്റ്റേബിൾ ആയിട്ടുള്ള ഒരു വരുമാന സ്ഥിതി കൈവരിക്കാൻ സാധിക്കുന്നതാണ്. കൂടുതൽ നേട്ടങ്ങൾക്കായിട്ട് ശാസ്താവിനെ, അയ്യപ്പനെ ഭജിക്കുന്നതും അതുപോലെ തന്നെ പത്നി സമേതനായിട്ടുള്ള ശാസ്താവിനെ ഭജിക്കുന്നത് കൂടുതൽ നന്നായിരിക്കും. നാഗര് ദോഷങ്ങളൊക്കെ മാറ്റി നാഗര് പ്രീതി വരുത്തുന്നതും ഒക്കെ പൂയ നക്ഷത്രക്കാർക്ക് കൂടുതൽ ഗുണങ്ങൾക്ക് ഉത്തമമാണ്. ആയില്യം നക്ഷത്രം 2026 പൊതുവെ ധാരാളം അവസരങ്ങളും ഓപ്പർച്യൂണിറ്റീസ് ഒക്കെ വന്നുപെടുന്ന ഒരു കാലമാണ് ഈ നക്ഷത്രക്കാർക്ക്. ആയില്യ നക്ഷത്രക്കാർക്ക് ശക്തമായ ബന്ധങ്ങളും സൗഹൃദങ്ങളും ഒക്കെ ഈ കർമ്മരംഗത്ത് നിങ്ങൾക്ക് വന്നു ചേരുന്നതാണ്. പുതിയ ബന്ധങ്ങളും സൗഹൃദങ്ങളും ഒക്കെ കൊണ്ട് പുതിയ തലങ്ങളൊക്കെ കണ്ടുപിടിക്കാനും അതിൽ സഹായത്തോടുകൂടി സാമ്പത്തിക സഹായമൊക്കെ സുഹൃത്തുക്കളിൽ നിന്ന് ലഭിക്കുന്നതാണ്. സാമ്പത്തിക ഉന്നമനം പ്രതീക്ഷിക്കാവുന്നതാണ്. മത്സര പരീക്ഷാ രംഗത്ത് വിജയമൊക്കെ കൈവരിക്കാൻ സാധിക്കുന്നതാണ്. ഉന്നത വിദ്യാഭ്യാസം ആഗ്രഹിച്ച് പുറത്തു പോകാനും ഉന്നത വിദ്യാഭ്യാസത്തിനൊക്കെ വിദേശത്ത് പോകാനൊക്കെ ആഗ്രഹിച്ചിരുന്നവർക്ക് ആ യോഗമൊക്കെ വന്നു ചേരുന്നുണ്ട്. അതേ തുടർന്ന് പല കാര്യങ്ങളും നിങ്ങൾക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുന്നതാണ്. ധാരാളം ആദായം വന്നു ചേരുന്ന പല പ്രവൃത്തികളിലും നിങ്ങൾ 1-2 വരുമാന മാർഗങ്ങളൊക്കെ കണ്ട് എത്തിപ്പെടുന്നതാണ്. കർമ്മരംഗത്ത് ധാരാളം സമയം നിങ്ങൾക്ക് ചെലവഴിക്കാനായിട്ട് സാധിക്കും. കൂടുതൽ സമയമൊക്കെ കർമ്മരംഗത്ത് ചെലവഴിക്കുന്നത് കൊണ്ട് നേട്ടങ്ങളൊക്കെ കൈവരിക്കാം. ധാരാളം അവസരങ്ങളൊക്കെ നിങ്ങളുടെ മുന്നിൽ തുറന്നു വരുന്നതാണ്. ഈ 2026 ആത്മീയമായിട്ടുള്ള പല ചിന്തകളും പല തലത്തിലും നിങ്ങളെ ഉയർത്തിക്കൊണ്ടുവരുന്നതാണ്. അനുഭവജ്ഞാനവും അറിവുള്ളവരുടെ ആ ഒരു ഉപദേശം കൊണ്ട് നിങ്ങൾക്ക് പല നേട്ടങ്ങളും ഒക്കെ കൈവരിക്കാൻ കഴിയുന്നതാണ്. വ്യക്തി ജീവിതത്തിൽ പൊതുവെ ഒരു ഉയർച്ച വന്നു ചേരുന്ന ഒരു വർഷം തന്നെയാണ് 2026. നിങ്ങളുടെ കാർമ്മിക ജീവിതത്തിലെ ഈശ്വര ആരാധന മൂലം ഈശ്വര അനുഗ്രഹങ്ങൾ വർദ്ധിക്കുന്നതും അതുപോലെ തന്നെ
നിങ്ങൾ ശ്രീകൃഷ്ണ ഭജന നടത്തുന്ന, ശ്രീകൃഷ്ണ ഭജന എന്ന് പറഞ്ഞാൽ ശ്രീകൃഷ്ണൻ്റെ അമ്പലത്തിൽ പോവുക, അതുപോലെ വിഷ്ണു സഹസ്രനാമം പാരായണം ചെയ്യുക, വ്യാഴാഴ്ച ദിവസം കൃഷ്ണക്ഷേത്ര ദർശനം നടത്തുക ഒക്കെ ചെയ്യുന്നത് നന്നായിരിക്കും. ഔദ്യോഗിക രംഗത്ത് പല പുതിയ ബന്ധങ്ങളും ഉടലെടുക്കുന്നതും ബന്ധങ്ങളും സൗഹൃദങ്ങളും ഒക്കെ ശക്തമാകുന്ന ഒരു കാലമാണ് 2026 ഈ ആയില്യ നക്ഷത്രക്കാർക്ക്.